2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. എന്നാൽ ഏവരും ഉറ്റുനോക്കുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആ സമ്മേളനത്തിലെത്താതെ സഭ നടക്കുന്ന അതേ സമയത്ത് തൻ്റെ മണ്ഡലമായ പാലക്കാട്ടെത്താനാണ് നീക്കം എന്നാണ് അറിയുന്നത്. സഭയിൽ അഴിഞ്ഞാടാനുള്ള അവസരം ഭരണപക്ഷത്തിന് നൽകാതെ കേരളത്തെ അമ്പരപ്പിച്ചുകൊണ്ട് പാലക്കാട്ട് ജനങ്ങളുടെ കൂടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി പാർട്ടിക്കും മുന്നണിക്കും ഒരു പുത്തൻ ഉണർവ് നൽകാനാണ് മാങ്കൂട്ടത്തിൻ്റെ നീക്കമെന്നാണ് പുറത്തുവരുന്ന സൂചന. അതായത് പരാതിക്കാരില്ല എങ്കിലും സ്ത്രീ പീഡനവും ഗർഭവും പറഞ്ഞ് ഒരു യുവനേതാവിനെ ഇങ്ങനെ നശിപ്പിക്കാൻ വലിയ തിരക്കിലായിരുന്നു പലരും. പക്ഷേ മാങ്കൂട്ടം വെറും നേതാവ് മാത്രമല്ല, MLA കൂടിയാണ്. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. അത് മാങ്കൂട്ടം MLAയുടെ മാത്രം ആവശ്യമല്ല, ജയിപ്പിച്ചയച്ച പാലക്കാട്ടുകാരുടെ കൂടി അവകാശമാണ്. അതുകൊണ്ട് വരണ്ട എന്ന് പറയുന്നവരും കണ്ടുപോകരുത് എന്ന് പറയുന്നവരും കാലു കുത്തിക്കില്ല എന്ന് പറയുന്നവരുമെല്ലാം ഉണ്ടാകും. അതെല്ലാം അവരവരുടെ ഇഷ്ടം. പക്ഷേ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചാൽ സഭയിൽ പോകുക തന്നെ വേണം. അതിന് മാങ്കൂട്ടം തയ്യാറാണ്. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിയമസഭ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു പ്രതിഷേധം നടക്കുന്നതിന് വേദിയാകും. അവിടെ ചേർത്ത് നിർത്താൻ UDF MLAമാർ ബാധ്യസ്ഥരാകും. അപ്പോൾ പുറത്താക്കിയെങ്കിലും യുവത്വത്തിൻ്റെ ആവേശമായ ഒരു നേതാവിനെ സഭയിൽ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ തിരിച്ചടി UDFന് വേറെയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയ്ക്കുള്ളിൽ സംരക്ഷിക്കാൻ കഴിയാതിരുന്നാൽ UDFനെയും കോൺഗ്രസിനെയും അവരുടെ പ്രവർത്തകർ വെറുക്കും എന്നതിൽ സംശയം വേണ്ട. അങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതും പ്രതിസന്ധി രൂക്ഷമാക്കും. LDF ഒരു പീഡനവീരനെ സംരക്ഷിച്ചു എന്നും പറഞ്ഞ് സമരം നടത്തും. അങ്ങനെ ചെകുത്താനും കടലിനും ഇടയ്ക്കായ ഒരു അവസ്ഥയാണ് UDFൻ്റേത്. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് നീങ്ങുന്നത്. ബലാത്സംഗം നടത്തിയെന്ന് കേസുണ്ടായിരുന്ന മുകേഷ് എന്ന CPMൻ്റെ MLA വരുമ്പോൾ സഭയിൽ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല. സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു കഴിവുകേടായിട്ട് അതിനെ കാണണം. ഭരണകക്ഷി MLAക്കെതിരെ ഒരു സമരം സഭയിൽ നടത്തുന്നതിൽ പരാജയപ്പെട്ട പ്രതിപക്ഷം സ്വന്തം MLAയുടെ കാര്യത്തിലും ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്നതൊരു കഷ്ടമാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസിനുള്ളിൽ നീറിപ്പുകയുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാൻ ആവുകയുള്ളൂ. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. അത് ശരിയല്ല. പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായം അറിഞ്ഞതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനം പുറത്തു പറയാൻ പാടുള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ പിടിവാശിയാണ് പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായത് എന്ന് പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാർട്ടി നേതാക്കളുടെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിൽ പാർട്ടി ക്ഷീണിച്ചു പോകുമ്പോഴാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കിടിലൻ ഒരു നിർണായക പ്രഖ്യാപനം വരാൻ പോകുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം MLAക്കാണെന്ന നിലയിൽ രാഹുൽ പാർട്ടിയെ ഒരു കാരണവശാലും പ്രതിസന്ധിയിലാക്കാതെ പാർട്ടിക്ക് ഏറെ ഗുണം കിട്ടുന്ന തരത്തിൽ മണ്ഡലത്തിൽ സന്ദർശനം നടത്താനും അപ്പോഴുണ്ടാകുന്ന അനാവശ്യ അക്രമങ്ങൾ, പ്രതിഷേധങ്ങൾ, പോലീസിൻ്റെ വീഴ്ച, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം ഇതെല്ലാം ഒരു വലിയൊരു അഗ്നിഗോളമായി മാറാനും സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു പരാതിയും ഇല്ലാത്തവന് നേരെ പ്രയോഗിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമാണ് എന്ന് പ്രതിപക്ഷത്തിന് പറയാനൊരു അവസരമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് ആണ് രാഹുൽ മാങ്കൂട്ടം കടക്കുന്നത് എന്നാണ് അറിയുന്നത്. അവിടെയുള്ള പ്രതിഷേധങ്ങൾ മുന്നണിക്ക് അനുകൂലമാകാനും നിയമസഭയിൽ അതൊരു ചർച്ചയാകാനും ജനങ്ങളെ UDFനൊപ്പം നിർത്തിക്കാനും കഴിയുമെന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. അനാവശ്യ ബഹളമുണ്ടാക്കാനും നിയമസഭ തല്ലിത്തകർക്കാനും മടിയില്ലാത്തവർ എന്ന് നേരത്തെ തന്നെ തെളിയിച്ച ഇടതുപക്ഷം അവരുടെ MLAമാർക്ക് ഇതിലും ഒരു വലിയ തിരിച്ചടി വേറെയുണ്ടാകാനിടയില്ല.